ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കൊണ്ടാണ്. ഇത് നല്ല സോഫ്റ്റാണ് വട്ടയപ്പം. വൈകിട്ട് ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളോടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം. ഇതൊരു 3-4 വട്ടം ഒന്ന് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊരു 4 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം. ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷം അരിയെല്ലാം നല്ല പോലെ ഇത് കുതിർന്നു വന്നു. ഇനി ഇതിത്തെ വെള്ളം ഒന്ന് വാർത്തെടുക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് കുതിർത്തി വെച്ച അരിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അരിയും ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം 1/2 ഗ്ലാസ് വെള്ളൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നല്ല പോലെ നൈസായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല പോലെ ഞാനിത് അരച്ചെടുത്തു. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരച്ച മാവിൽ നിന്ന് 3 കയ്യിൽ മാവ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 3 കയ്യിൽ മാവ് ഇത് എടുക്കുന്നത്. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളൂടെ ഇതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. കപ്പി കാച്ചിയെടുക്കുക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കപ്പി കാച്ചാന്ന് ഞാൻ കേൾക്കുന്നത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളാവിൽ ഞാൻ ഇതൊന്ന് കുതിർത്തി എടുത്തതാണ്. അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളാവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വേറെ അവിലെടുത്ത വട്ടയപ്പത്തിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയും ഒരു പിഞ്ച് ഉപ്പും ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കലക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതൊന്ന് പൊങ്ങി വരും. അതിനുശേഷം ഇതിലോട്ട് ചേർത്തിയാലും മതിയാവും. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ല പോലെ നൈസായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇനി ഇതിൻ്റെ മുന്നേ അരച്ച മാവിലോട്ട് ഇതൂടെ ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ആവണം. കൂടുതൽ കട്ടിയാവരുത്, കൂടുതൽ ലൂസും ആവരുത്. ഇനി ഇതൊരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ മതിയാവും. ഇതിപ്പോൾ എനിക്കൊരു 4 മണിക്കൂറോളം ആയി. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ആവണം മാവ്. കൂടുതൽ കട്ടിയില്ല, കൂടുതൽ ലൂസും ഇല്ല. ഇനി ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ വട്ടയപ്പം റെഡിയാക്കണേ വെച്ചാൽ ആ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തടവി കൊടുത്തു. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലോട്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റീൽ പാത്രം ഫുള്ള് നിറയണ മാതിരി ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/2-3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് പൊങ്ങി വരും. ഇനി ഇതൊന്ന് ഒരു 3/4 മണിക്കൂറോളം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് വെന്തിക്കണോ എന്നൊന്ന് നോക്കാം. അതിന് വലിയ ടൂപ്പിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഞാൻ ഒരു കത്തി കൊണ്ടാണ് ഞാൻ കുത്തി നോക്കണത്. അതിൽ ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറച്ച് ടൈം കൂടെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇത് പുറത്തോട്ട് എടുക്കാം. ഇതൊന്ന് ചൂടാറി വരണ വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂടാറി വന്നു. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു വരും. അതിനുശേഷം ഇതൊന്ന് 4 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിൽ നിന്ന് വട്ടയപ്പം എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വട്ടയപ്പം ഇവിടെ റെഡി ആയി കിട്ടി. നല്ല സോഫ്റ്റാണ് ഈ വട്ടയപ്പം. എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും
ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.